ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇന്നലെ IPL നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് RCB സ്വന്തമാക്കിയിട്ടുള്ളത്. 50 റൺസിനാണ് CSKയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ചെപ്പോക്കിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു വിജയം ഇപ്പോൾ RCB സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് 17 വർഷത്തിനിടെ ആദ്യമായിക്കൊണ്ടാണ് RCB CSKയെ ചെപ്പോക്കിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ ചരിത്രം തിരുത്തി എഴുതിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ തിളങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. ഏതായാലും ഈ മത്സരത്തിന്റെ വിജയത്തിൽ, RCBയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ച ചില ഘടകങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള 4 ഘടകങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഹൂഡ, ത്രിപാഠി എന്നിവരുടെ സമ്പൂർണ്ണ പരാജയമാണ്. CSKയുടെ ബാറ്റ്സ്മാൻമാരാണ് ദീപക് ഹൂഡയും അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠിയും. രണ്ടുപേരും ചേർന്നുകൊണ്ട് ആകെ 4 ഇന്നിങ്സുകൾ ഈ IPL കളിച്ചു. 20 ബൗളുകൾ നേരിട്ടു. 14 റൺസ് മാത്രമാണ് ഇരുവർക്കും നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. CSK ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഈ രണ്ട് താരങ്ങളുടെയും മോശം പ്രകടനം തന്നെയാണ്. ഇനിയും ഈ ഒരു മോശം പ്രകടനം തുടർന്നു കഴിഞ്ഞാൽ CSK മാനേജ്മെന്റിന് ഇവരുടെ കാര്യത്തിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് വസ്തുത. ഇനി രണ്ടാമത്തെ പോയിന്റ്, അത് ഹെയ്സൽവുഡിന്റെ പ്രകടനമാണ്. RCB ഇത്തവണത്തെ മെഗാ ഓപ്ഷനിൽ സ്വന്തമാക്കിയ ഏറ്റവും മികച്ച താരം അത് ജോഷ് ഹെയ്സൽവുഡ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2 മത്സരങ്ങളിലും ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ ഈ ഒരു ഓസ്ട്രേലിയൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 8 ഓവറുകൾ എറിഞ്ഞ ഈ താരം 5 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. കേവലം 5.4 മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഇക്കോണമി വരുന്നത്. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും ഒരുപോലെ മികച്ച രൂപത്തിൽ പന്തെറിയാൻ ഈ താരത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ്, അത് പട്ടിദാറിന്റെ ഭാഗ്യവും അതുപോലെ തന്നെ CSKയുടെ മോശം ഫീൽഡിങ്ങുമാണ്. ക്യാപ്റ്റനായ രജിത് പട്ടിദാർ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ 3 തവണയാണ് അദ്ദേഹത്തിന്റെ ക്യാച്ച് CSK ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. 17, 19, 20 എന്നീ സ്കോറുകളിൽ നിൽക്കുന്ന സമയത്താണ് രജിത് പട്ടിദാറിനെ CSK വിട്ട് കളഞ്ഞിട്ടുള്ളത്. CSKയുടെ മോശം ഫീൽഡിങ് അവർക്ക് ഈ ഒരു മത്സരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നാലാമത്തെ ഘടകം, അത് ടിം ഡേവിഡിന്റെ വെടിക്കെട്ട് പ്രകടനമാണ്. മത്സരത്തിന്റെ അവസാന ഓവറിൽ ടിം ഡേവിഡ് നടത്തിയ വെടിക്കെട്ട് പ്രകടനം തീർച്ചയായും RCBക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. 3 സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 8 പന്തുകളിൽ നിന്ന് 22 റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മികവിലേക്ക് ഉയർന്നത് തീർച്ചയായും RCBക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും RCBയുടെ ഒട്ടുമിക്ക താരങ്ങളും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി രണ്ടാമത്തെ വിജയവും അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.